അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുജൂദു സഹവ്, സഹവിൻ്റെ സുജൂദ്, മറവി കാരണമായി ചെയ്യുന്ന സുജൂദ്. പഴയ കാലങ്ങളിൽ അപൂർവമായും എന്നാൽ പുതുകാലത്ത് നിരന്തരമായും നമ്മൾ ഇതുകൊണ്ടേയിരിക്കേണ്ടി വരുന്ന ഒരു സുജൂദാണ് സുജൂദു സഹവ്. പുതുകാലത്ത് ആളുകളുടെ ഇടപെടലുകൾ, വ്യത്യസ്തമായ മേഖലകളിൽ അവരുടെ ഇടപെടലുകൾ കൂടിയപ്പോൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും നമ്മൾക്ക് മറവി ബാധിച്ചു പോയത് സത്യമാണ്. പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം. നിസ്കാരത്തിനും പല കാര്യങ്ങളും നമ്മൾ മറന്നുപോയാൽ പലതും അവിടെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്നുണ്ട്. നിസ്കാരത്തിൽ സാധാരണയായി നമ്മൾ ചെയ്യുന്ന സുജൂദിനേക്കാൾ ഉപരി എക്സ്ട്രയായി നമ്മൾ ചെയ്യേണ്ട 2 സുജൂദുകളെ പറ്റിയാണ് സുജൂദു സഹവ് എന്ന് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് സുജൂദു സഹവ് ചെയ്യേണ്ടത്, എപ്പോഴാണ് അതിൻ്റെ സമയം, ആരാണ് ചെയ്യേണ്ടത് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ചെറുവിവരണത്തിലൂടെ പഠിക്കാം. നിസ്കാരത്തിൽ ഫർളുകൾക്ക് പുറമെ ഒരുപാട് സുന്നത്തുകളുണ്ട്. നിസ്കാരത്തിൽ സുന്നത്തുകൾ നമുക്ക് 2ആയി തരംതിരിക്കാം. ഒന്ന് ഐഹാത്തു സുന്നത്തുകളെന്നും അബ്ആദു സുന്നത്തുകൾ എന്നും അവയെ പറയപ്പെടുന്നുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് ഐഹാത്തു സുന്നത്തുകൾ, അവയെ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു, പിന്നെ ആ സുന്നത്തിൻ്റെ പ്രതിഫലം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. എന്നാൽ അബ്ആദു സുന്നത്തുകൾ, അവ നഷ്ടപ്പെട്ടു പോയാൽ, അവ മറന്നിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ നമ്മളൊന്നും നഷ്ടപ്പെട്ടു പോയാൽ അവകളെ നമുക്ക് തിരിച്ചെടുക്കാനാവും. അവകളെ തിരിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ്? ആ കർമ്മം വീണ്ടും ചെയ്യലിലൂടെയല്ല, മറിച്ച് 2 സുജൂദ് അവയെ പരിഹരിക്കും എന്നാണ് അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അഥവാ സുജൂദിലൂടെ പരിഹരിക്കപ്പെടുന്ന സുന്നത്തിനെയാണ് അബ്ആദു സുന്നത്ത് എന്ന് നമുക്ക് ചുരുക്കി മനസ്സിലാക്കാം. അബ്ആദു സുന്നത്തുകൾ ഏതൊക്കെ എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ അത്തഹിയ്യാത്ത്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ആദ്യത്തെ അത്തഹിയ്യാത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്. അതുപോലെ അവസാനത്തെ അത്തഹിയ്യാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം വഅല ആലി സയ്യിദിന മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്. അതുപോലെ സാധാരണ നമ്മൾ സുബഹി നിസ്കാരത്തിൽ ഓതുന്ന കുനൂത്ത്. ഇനി റമദാൻ മാസമാണ് എങ്കിൽ റമദാനിലെ വിത്തറിലെ അവസാനത്തെ പകുതി, റമദാനിലെ അവസാനത്തെ പകുതിയിലെ വിത്തറ് അഥവാ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിത്തർ നിസ്കാരത്തിൽ കുനൂത്ത് ഓതാറുണ്ട്. ആ കുനൂത്ത് ഒരുത്തൻ ഉപേക്ഷിച്ചാലും, അതുപോലെ ഒരാൾ കുനൂത്തിൽ തന്നെ കുനൂത്തോതലോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത്, അവസാനത്തിൽ വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് തുടങ്ങിയിട്ട് ചൊല്ലുന്ന ആ സ്വലാത്ത്, അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത്, അത് ഒരുത്തൻ ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ കുനൂത്തിൽ നിന്നുള്ള അല്പഭാഗം ഒരുത്തൻ ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ അത്തഹിയ്യാത്തിന് വേണ്ടിയുള്ള ഇരുത്തം ഒരുത്തൻ ഉപേക്ഷിച്ചാൽ, ഒന്നാമത്തെ തഹിയ്യാത്തിന് വേണ്ടിയുള്ള ഇരുത്തം ഒരുത്തൻ ഉപേക്ഷിച്ചാൽ, പറയപ്പെട്ട കാരണങ്ങൾക്ക് വേണ്ടിയൊക്കെ അവൻ സുജൂദ് സഹവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിസ്കാരത്തിലെ അബ്ആദു സുന്നത്തുകളാണ് എന്നർത്ഥം. ഷാഫി മദ്ഹബുകാരനായ ഒരാൾ ഹനഫി മദ്ഹബുകാരനായ ഒരുത്തനെ തുടർന്ന് നിസ്കരിച്ചു. നിസ്കാരം സുബഹി നിസ്കാരമാണ്. അയാൾ കുനൂത്ത് ഓതിയില്ല. എന്നാലും ഈ ഷാഫി മദ്ഹബുകാരനായ തുടർന്ന ഈ മഅ്മൂം അയാൾ സഹവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. നിസ്കാരത്തിലെ അബ്ആദു സുന്നത്തുകൾ ഏതൊക്കെ, ഐഹാത്തു സുന്നത്തുകൾ ഏതൊക്കെ എന്ന് വിശദീകരിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് അതിനെ വിശദീകരിച്ച് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ സുജൂദ് സഹവ് ചെയ്യേണ്ട, സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ട കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് അബ്ആദു സുന്നത്തിനെ ഒരാൾ ഉപേക്ഷിക്കുക. ഇനിയും ഫുഖഹാക്കൾ അവിടെ 5ഓളം കാരണങ്ങൾ അബ്ആദു സുന്നത്തുകൾ ഒഴിവാക്കുക എന്നതിന് പുറമെ 5ഓളം കാരണങ്ങൾ അവിടെ ഫുഖഹാക്കൾ എണ്ണി പറയുന്നുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം.